വൈഷ്ണയുടെ അഡ്രസ്സ് ശരിയല്ല എന്നുള്ളത് ആണ് അവിടെ ഉയർന്ന ആരോപണം. ആ വീട്ടു നമ്പറിൽ വൈഷ്ണ താമസിക്കുന്നില്ല. അപ്പോൾ തെറ്റായ വീട്ടു നമ്പറിൽ വോട്ട് ചേർത്തിരിക്കുന്നു, അതുകൊണ്ട് ഈ വോട്ട് മാറ്റണം എന്ന് പറയാനുള്ള അവകാശം തീർച്ചയായും അവിടെ ഇടതുമുന്നണിക്കുണ്ട് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. അതൊരു സാങ്കേതിക പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം എതിർ പാർട്ടിക്കുണ്ട്. ആ സംഘടന അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അവരത് ചൂണ്ടിക്കാട്ടും. അവിടെ ഈ പറഞ്ഞതുപോലെ വൈഷ്ണയെ പോലെ ഒരു പുതിയ ഒരു ചെറുപ്പക്കാരി എന്നല്ല, ആരായാലും മത്സരരംഗത്തേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി അത് തടയാനാവില്ല, തടയരുത് എന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അപ്പോൾ ഇതെല്ലായിടത്തും ബാധകമായിരിക്കുമല്ലോ. വൈഷ്ണയുടെ കേസിൽ മാത്രമല്ല, ഇത്തരത്തിലുള്ള എല്ലാ കേസിലും കരട് വോട്ടർ പട്ടികയിൽ പേര് വന്നതിന് ശേഷം ഇത്തരം ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ആളുകളെ ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളത് ഒരു തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. ഇതാദ്യമായി മാറ്റപ്പെട്ട സംഗതിയല്ല വൈഷ്ണയുടേത്. പക്ഷേ കോടതിയിൽ പോയി ആ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കാൻ ഇപ്പോൾ വൈഷ്ണയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി എന്താ സംഭവിക്കുക? ഇനി ആരും ആ നിലയ്ക്ക് കരട് വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാളുടെ പേര് ഇത്തരം സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കിക്കൊണ്ട് അയാളുടെ വോട്ട് നിഷേധിക്കരുത്. സ്ഥാനാർത്ഥിയാകരുതെന്നുള്ളത് മാത്രമല്ല, വോട്ട് നിഷേധിക്കരുതെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണമല്ലോ. പക്ഷേ അപ്പോൾ ഒരു സങ്കീർണമായ ഒരു പ്രശ്നം ഇനി ഉദിക്കുന്നത്, രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച വോട്ട് ചോരി ആരോപണമുണ്ടല്ലോ, ആ ആരോപണത്തിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണിത്. അതായത് തെറ്റായ മേൽവിലാസത്തിൽ വോട്ട് ചേർക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ വൈഷ്ണവയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. കാരണം ഇവിടെ കേരളത്തിലെ സാഹചര്യമാണ്, മാധ്യമങ്ങൾ കൃത്യമായി ഇത് നിരീക്ഷിക്കുന്നുണ്ട്. വ്യക്തമായി ഈ വൈഷ്ണ അവിടെ താമസക്കാരിയാണ്. നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം വൈഷ്ണ ആ കോർപ്പറേഷൻ അതിർത്തിയിലെ താമസക്കാരിയാണ് എന്നുള്ളത്. പക്ഷേ മുട്ടടയിലല്ല അവർ താമസിക്കുന്നത്. പക്ഷേ താമസിക്കുന്ന പ്രദേശത്ത് വൈഷ്ണയ്ക്ക് വോട്ടില്ല, അതായത് വൈഷ്ണയ്ക്ക് വോട്ടേ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു വലിയ തെറ്റായ കാര്യമൊന്നും നടക്കുന്നില്ല, അവരുടെ വോട്ട് അനുവദിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് തുടർന്നങ്ങോട്ട് കൂടുതൽ ആളുകൾ ഇതേ ആവശ്യം ഉന്നയിച്ച് വരുമ്പോൾ കൂടുതൽ സങ്കീർണമാവില്ല സാഹചര്യം എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ.